സാറ്റർഡേ ഈവനിങ് വീക്കെൻഡ് എത്തി. കൂടെ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാൻ നല്ല തിടുക്കല്ലേ. ഇത്തവണ നമുക്കതൊന്ന് മാറ്റിപ്പിടിച്ചാലോ? എങ്ങനെയാണെന്നല്ലേ, വീട്ടിൽ തന്നെ നല്ല അടിപൊളി ചിക്കൻ ഗ്രിൽ റാപ്പ് ഉണ്ടാക്കാം. വെരി സിമ്പിളാണ്. എന്നാൽ പിടിച്ചോ റെസിപ്പി. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, തൈര്. ഇത്രയേ ഉള്ളൂ. നല്ലോണം മിക്സ് ആക്കാം. ഇവരിലോട്ട് ഓരോ കാലുകളായി ചാടിച്ച് മാരിനേറ്റ് ചെയ്യാം. കാലുകളില്ലേ, വിഷമിക്കേണ്ട. ചിക്കൻ്റെ സാധാരണ പീസായാലും മതി. കുറച്ച് വലുപ്പുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇത് മിനിമം ഒരു 45 മിനിറ്റ്സ്, മാക്സിമം 1 ഡേ വരെ വെക്കാം. എത്ര വെക്കുന്നോ അത്രയും ഡിലീഷ്യസ് ആയിരിക്കും കേട്ടോ. ഞാനത് ഉച്ചയ്ക്ക് മാരിനേറ്റ് ചെയ്തു, രാത്രി ഡിന്നർക്ക് വേണ്ടിയിട്ട്. ഇനി ഈ മാരിനേഷനൊക്കെ നല്ല പിടിച്ച ചിക്കൻ കൊട്ടമാരെ ഓരോന്നായി ഗ്രില്ലിംഗ് പ്ലേറ്റിലോട്ട് ഞങ്ങൾ വെച്ച് കൊടുത്തു. കൂടെ കുറച്ച് ബട്ടറും ഓയിലും സ്പ്രെഡ് ചെയ്തു. ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങൾക്ക് ഡയറക്റ്റ് അങ്ങനെ ഗ്രില്ല് ചെയ്ത് വെക്കാം. ഇപ്പം ഗ്രില്ല് ചെയ്തില്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ ഒരു ഭംഗിക്ക് ഒരു ഫുൾ ഗാർലിക്കും സ്ലൈസ് ചെയ്ത തക്കാളിയും കൂടെ അങ്ങ് വെച്ചു. പിന്നെ 20 മിനിറ്റ്സ് ഈച്ച് സൈഡ് ഞാൻ ഗ്രില്ല് ചെയ്ത് കുക്ക് ചെയ്തെടുത്തു. ഇത് ഗ്രില്ല് ചെയ്യുന്ന ടൈമിൽ കുറച്ച് പിക്കിൾഡ് വെജീസ് അങ്ങ് ഉണ്ടാക്കിയാലോ, ഒരു ക്രഞ്ചിന് വേണ്ടിയിട്ട്. പേടിക്കേണ്ട, പേര് മാത്രമേ വലുപ്പമുള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. വെരി സിമ്പിളാണ്. ഇച്ചിരി ചൂടുവെള്ളത്തിൽ വിനീഗർ, ഉപ്പ്, പിന്നെ നമ്മൾ നീളത്തിൽ അരിഞ്ഞ പച്ചമുളക്, വെല്ലുള്ളി, ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, കുക്കുംബർ, റോ മാംഗോ വേണമെങ്കിൽ, അതായത് പച്ചമാങ്ങ, അതും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇവന്മാരെ 1 മണിക്കൂർ നമുക്കങ്ങ് സോക്ക് ചെയ്യാൻ വെക്കാം. നല്ല ടേസ്റ്റായിരിക്കും. എന്നിട്ടൊരു സോസും കൂടെ ഉണ്ടാക്കാം. ഈ ഗ്രിൽ ചെയ്യാൻ വെച്ചപ്പോൾ നിങ്ങളൊരു ഫുൾ ഗാർലിക്ക് വെച്ചത് കണ്ടില്ലേ? അതിൻ്റെ തൊലി കളഞ്ഞ് ഉള്ളിലത്തെ പൾപ്പ് മാത്രം എടുത്ത് നല്ലോണം മാഷ് ചെയ്യാം. അതിലോട്ട് മയോനൈസും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഇട്ട് മിക്സ് ആക്കിയാൽ ഇത് സോസ് ഇസ് ഡൺ. ഇത് നമുക്ക് തൊർത്തിലയുടെ കൂടെയോ ഖുബൂസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ബ്രെഡിൻ്റെ കൂടെ വരെ കഴിക്കാം. സോ ഞാൻ ഇവിടെ കുബൂസാണ് എടുത്തേക്കുന്നത്. കുബൂസിലോട്ട് ഈ സ്പ്രെഡ് അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മുടെ സോക്ക് ചെയ്ത വെജീസും വെച്ച് അതിൻ്റെ മേലോട്ട് ഞാൻ ഗ്രിൽ ചിക്കൻ ഷ്രെഡ് ചെയ്തായിരുന്നു, അവരെയും കൂടി അങ്ങ് വെച്ച് റോളാക്കി കട്ട് ചെയ്ത് കഴിക്കാം. ഈ പ്രോസസ്സൊക്കെ കഴിയുമ്പോഴത്തേനും വീട്ട് ഫുള്ളും ഈ ഹോട്ടലിൽ ചിക്കൻ ഗ്രിൽ ചെയ്യുന്ന സ്മെല്ലില്ലേ, ആ സ്മെല്ലായിരിക്കും. വിശപ്പ് നമ്മളെ മാടി വിളിക്കും. എന്നെ മാടി വിളിക്കുന്നുണ്ട്. ഞാൻ കഴിക്കാൻ പോട്ടെ. എങ്ങനെയുണ്ട് ഈ റെസിപ്പി? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഓക്കെ, ബൈ. പിന്നെ പാക്കലാം.